വെൽക്കം ബാക്ക് ടു രജനീറ്റ് കിച്ചൻ. രജനീറ്റ് കിച്ചൻ പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും അതോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ഫുൾ വീഡിയോ കാണണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. സപ്പോർട്ട് എല്ലാവരുടെയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പാലക്കാടൻ രീതിയിൽ ഒരു പച്ചപ്പയർ മുളകൂശ്യം, അച്ചിങ്ങ മുളകൂശ്യമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 മുതൽ 1/4 ഗ്ലാസ് വരെ വെള്ളം ചേർക്കാം. അച്ചിങ്ങ ഞാൻ വൃത്തിയായി കഴുകിയെടുത്തു. ഒരു 200 ഗ്രാം അച്ചിങ്ങ ഞാൻ എടുത്തിരിക്കുന്നു. അതിലേക്ക് ഈ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ അച്ചിങ്ങ കട്ട് ചെയ്ത് വെച്ചത് 1 ഇഞ്ച് വലുപ്പമുള്ള രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് മുളകൂശ്യം ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി 1-1.5 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ചേർക്കാം, എരിവിന് ആവശ്യമുള്ള പോലെ കേട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. അച്ചിങ്ങ നന്നായി വൃത്തിയായി കഴുകുക. എന്നിട്ട് രണ്ടറ്റവും ഇച്ചിരി ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് തുവരപ്പരിപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പീസ് പരിപ്പ് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. പക്ഷേ പാലക്കാടൻ രീതിയിലാണെങ്കിൽ തുവരപ്പരിപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 200 ഗ്രാം നമ്മുടെ അച്ചിങ്ങയ്ക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായി മഷി പോലെ അങ്ങ് വേവിച്ചെടുക്കുക. അത് കുക്കറിലിട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉച്ചക്കലത്തേക്ക് വേണ്ടി റെഡിയാക്കാം. അത്ര ടൈമേ നമുക്കിതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. അതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുന്നു. ഇനി മസാല മീൻസ് നമ്മുടെ അരപ്പ് ചേർത്ത് തേങ്ങ ജീരകം അരപ്പ് മാത്രമാണ് ഇതിനകത്ത് വേണ്ടത്. ഇനി അപ്പോൾ അതിനുശേഷവും നമുക്ക് ഉപ്പൊന്ന് ക്രമീകരിക്കാം. ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു 3-4 മിനിറ്റ്സ് എന്തായാലും വേവിച്ചെടുക്കാം. ബാക്കിയുള്ള വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ തേങ്ങയും ജീരകമൊക്കെ ഒന്ന് അരയട്ടെ. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരവിയതും 1/4 ടീസ്പൂൺ ജീരകവും നന്നായിട്ട് മഷി പോലെ വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക മിക്സി ജാറിൽ. ഇപ്പോൾ ഞാൻ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നമ്മുടെ മുളകും അച്ചിങ്ങയും ഒക്കെ ആയിട്ട് നന്നായി യോജിച്ച് വരണം. നല്ലൊരു ടേസ്റ്റ് ഇപ്പോഴാണ് ഉണ്ടാവുക. പരിപ്പ് നിർബന്ധമാണ്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് അപ്പോൾ വെള്ളവും ക്രമീകരിക്കുന്നതൊക്കെ ഇപ്പോഴായിരിക്കണം. ആവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുറുകിയ രീതിയിലാണ് നമ്മൾക്ക് ഈ മുളകൂശ്യങ്ങൾ വേണ്ടത്. അപ്പോൾ തീർച്ചയായും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇനി നമ്മുടെ ഈ അരപ്പ് ഒഴിക്കുന്ന സമയത്തുമൊക്കെ നമ്മൾ മിക്സി ജാറിലുള്ള അരപ്പൊക്കെ എടുക്കുമ്പോൾ വെള്ളം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ച് നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതും ഒരു 6 മിനിറ്റ്സിനകം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മസാല നമ്മളുടെ തേങ്ങ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഇനി ഞാനിവിടെ തേങ്ങ ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. നല്ലവണ്ണം ആറിയിട്ട് എടുക്കുന്നത് തന്നെയാണ് ഈ കറിയുടെ ടേസ്റ്റ്. കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോഴായിരിക്കും. പിന്നെ ചൂടോടുകൂടെ സെർവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും കറി നന്നായി കുറുകി നന്നായി ആറി വന്നതിന് ശേഷം സെർവ് ചെയ്യാൻ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ അത് മൂടി വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചോറിനാണ് ഇത് നല്ല ബെസ്റ്റ് കറി കേട്ടോ. ഇതുവരെ അച്ചിങ്ങ തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ മാത്രം ഉണ്ടാക്കിയവർ ഇതുകൂടെ ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.